8 മണിക്ക് തന്നെ എണീച്ച് നേരെ കൃപാസനത്തിലേക്ക് പോകാനായിട്ടുള്ള യാത്ര തുടങ്ങുകയാണ്. നമ്മൾ കൊല്ലത്തു നിന്നാണ് ബസ് കയറിക്കുന്നത്. കൊല്ലം KSRTC ബസ്സിൽ കയറി ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് ആലപ്പുഴ കൃപാസനത്തിലെത്തുന്നത് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് ആ മോർണിംഗ് സൺലൈറ്റാണത്. അപ്പം നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ബസ്സിൽ. രാവിലത്തെ വെയിലായാലും നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷോളൊക്കെ കെട്ടി ഇങ്ങനെ മുഖം മറിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത്രയ്ക്ക് വെയിലടിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ആലപ്പുഴയിൽ 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. ഇതാണ് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കിട്ടുന്ന അവസരമൊക്കെ ട്രാവൽ ചെയ്യും. എപ്പോഴും കറക്കമൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ യാത്ര നിങ്ങൾക്കറിയാമല്ലോ, കൃപാസനം തന്നെയാണ്. കൃപാസനത്തിൽ പോയി നല്ലോണം പ്രാർത്ഥിക്കുക, മനസ്സിലുള്ള ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുക. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ കൃപാസനത്തിന് മുമ്പേ ഉള്ള ഒരു ഇന്ത്യൻ കോഫി ഹൗസാണ് അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചിട്ട് പള്ളിയിൽ കയറാമെന്ന് കരുതി. അമ്മ ഒരു ഊണാണ് വാങ്ങിച്ചത്. അധികം കറിയൊന്നുമില്ലായിരുന്നു. ഞാൻ പിന്നെ ഒരു ജ്യൂസും പിന്നെ ഒരു ഗീ റോസ്റ്റും കഴിച്ചു. ഇതാണ് കൃപാസനം പള്ളി. നമ്മൾ ക്രോസ് ചെയ്യണമെങ്കിൽ സെക്യൂരിറ്റീസ് ഹെൽപ്പ് ചെയ്യും. അവർ ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മളവിടെ നിന്നാൽ മതി. നല്ല വെയിലുണ്ടായിരുന്നു. ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് നല്ല വെയിലും നല്ല ചൂടുമാണ്. കൃപാസനത്തിൽ വീക്ക് ഡേയ്സോ വീക്കെൻഡ്സോ ഒന്നും ഇല്ല. എപ്പോഴും തിരക്ക് തന്നെയാണ് കേട്ടോ. കാരണം ഉടമ്പടി പുതിയതായിട്ട് എടുക്കാൻ വരുന്നവരും ഇല്ലെങ്കിൽ പുതുക്കാൻ വരുന്നവരൊക്കെ കൂടും. ആർക്ക് വേണമെങ്കിലും ഉടമ്പടി എടുക്കാം. ഇന്ന ജാതിക്കാരും മതക്കാരൊന്നും ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഉടമ്പടി എടുക്കാം. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ അച്ഛൻ ക്ലാസ് തരും. അതിനുശേഷമായിരിക്കും ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നിങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹെൽത്ത് ഒട്ടും വയ്യാതിരിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടിരിക്കുന്നവർക്ക് അതിനെ വെച്ച് പ്രാർത്ഥിക്കാം. അത് നടന്നു കഴിഞ്ഞ് ഇത് കണക്ക് വന്നവിടെ സാക്ഷ്യം പറയണം. അപ്പം ഇതാണ് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യം. നിങ്ങളെക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളാണ് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. മാതാവ് നിങ്ങളെ സഹായിക്കും. അതാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. അതേ കണക്ക് തന്നെ എല്ലാവരെയും സഹായിക്കാനും ആരെയും കുത്തി നോവിക്കാതെ ഒരാളെ പോലും ഹേർട്ട് ചെയ്യാതെ സന്തോഷമായിട്ട് ജീവിക്കാനും നോക്കണം. ഇതൊക്കെ ഉടമ്പടി കഴിഞ്ഞാലും പാലിക്കേണ്ട കാര്യങ്ങളാണ്. മാക്സിമം എല്ലാവരെയും സഹായിക്കുക, എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് കഴിയുക. അവിടുത്തെ വെള്ളവും മണ്ണും കാര്യങ്ങളാണ്. നമുക്കത് വേണമെങ്കിൽ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അവിടുന്ന് തിരിച്ചിറങ്ങി. സൺ ടാൻ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ഷോളൊക്കെ കെട്ടി വെക്കുന്നത്. എന്നാലും സൺ ടാൻ ഉണ്ടാവും. സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.